ദുബായിൽ ഈ റമദാനോടനുബന്ധിച്ച് പുതിയ 6 ഫൈനുകൾ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 2 മുതൽ 5 ലക്ഷം ദിർഹം വരെ നിങ്ങൾ ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, പബ്ലിക് പ്ലേസിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 2000 ദിർഹമാണ് നിങ്ങൾക്ക് ഫൈൻ കിട്ടാൻ പോകുന്നത്. രണ്ടാമത്തത് യാചന, ബെഗ്ഗിങ്. യാചന UAE നിരോധിച്ച കാര്യമാണ്. ഈ റമദാൻ മാസത്തിൽ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 5000 മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് ഫൈൻ കിട്ടാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യം ഡ്രസ് കോഡാണ്. പബ്ലിക്കിൽ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ 2500 ദിർഹമാണ് ഫൈൻ. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒരു വാണിംഗ് കിട്ടും, വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ 2500 ദിർഹം ഡയറക്റ്റ് ഫൈനാണ്. നാലാമത്തത് പബ്ലിക് ബിഹേവിയർ. പകൽ സമയത്ത് നിങ്ങൾ ഡാൻസ്, പാർട്ടി, അതുപോലെ തന്നെ ലൗഡ് മ്യൂസിക്, ഇതിനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2000 മുതൽ 1 ലക്ഷം ദിർഹം വരെയാണ് ഫൈൻ. അഞ്ചാമത്തത് ഇംപ്രോപ്പർ പാർക്കിംഗ്. ഇവിടെ പ്രോപ്പർ അല്ലാണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 ദിർഹം ഫൈൻ ഓൾറെഡി ഉണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ പ്രേയറിന്റെ സമയമാണെങ്കിലും നിങ്ങൾ വഴി തടസ്സമാവുന്ന രീതിയിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 ദിർഹമാണ് ഫൈൻ കിട്ടാൻ പോകുന്നത്. ആറാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അൺഓതറൈസ്ഡ് ഫണ്ടിങ്. അതായത് നിങ്ങൾ ഇവിടെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഫണ്ട് കളക്ഷൻ നടത്തുക, അതല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് ലൈസൻസ്ഡ് അല്ലാണ്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ 2000 മുതൽ 5 ലക്ഷം ദിർഹം വരെ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. അത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ജയിലിലും പോകേണ്ടി വരും. സോ റമദാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ പുതിയ ഇൻഫർമേഷന് എൻ്റെ പേജ് ഫോളോ ചെയ്യും.